കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാൻ 20:19. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. സമാധാനത്തിൻ്റെ പൂർണ്ണത കർത്താവിൽ നമ്മൾ കാണുന്നു. ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ശിഷ്യന്മാർ യേശു തങ്ങളോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. യേശുവിൻ്റെ ഭൗതിക ശരീരം പൊതിഞ്ഞു വെച്ചിരുന്ന ശവക്കച്ച മാത്രം കല്ലറയിൽ പത്രോസ് കണ്ടതും യോഹന്നാൻ യേശു ഉയിർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചതും മഗ്ദലക്കാരി മറിയ താൻ ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞതും ഒക്കെ ശിഷ്യ സമൂഹത്തിൽ നല്ല സ്വാധീനം ഉണ്ടാക്കിയിരുന്നിരിക്കണം. എന്നാൽ യേശുവിൻ്റെ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെടേണ്ടതായിരുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവുമായുള്ള ശിഷ്യരുടെ അഭിമുഖീകരണം അവരിൽ ഉളവാക്കിയത് വലിയ സ്വാധീനമാണ്. 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വേദഭാഗം ഒരേ സംഭവത്തിൻ്റെ വിശദീകരണമാണ്. അവിടെ കാണുന്നതിൽ ഒന്ന്, അടച്ചിരുന്ന മുറിയിലാണ് യേശു വന്നത്. ശരീരത്തെ പൊതിഞ്ഞിരുന്ന തുണി യാതൊരു തരത്തിലും അലങ്കോലപ്പെടാതെയാണ് കല്ലറയിൽ കണ്ടത് എന്നതും പ്രത്യേക സ്മരണീയമാണ്. ചിത്രശലഭം കൊക്കൂണിൽ നിന്ന് പറന്നു പൊങ്ങും പോലെ യേശു കല്ലറയിൽ നിന്ന് ഉയരുകയായിരുന്നു. അതുപോലെയാണ് വാതിൽ തുറക്കാതെ അകത്തു വരാൻ യേശുവിന് കഴിയുന്നത്. അടച്ചിട്ടിരുന്ന മുറി അവരുടെ ഭയത്തിൻ്റെയും ആകുലതകളുടെയും നിരാശയുടെയും പ്രതീകമായിരുന്നു. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. സമാധാനം എന്നതിൻ്റെ എബ്രായ പദമായ ഷാലോം എന്നാൽ പൂർണ്ണ അർത്ഥത്തിലുള്ള തികവും നന്മയും എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹ പൂർണ്ണത ഈ വാക്കിലുണ്ട്. ദൈവിക കരത്തിൻ കീഴ് ജീവിതത്തിൻ്റെ തികവും പൂർണ്ണതയുമാണ് ഷാലോം. കർത്താവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട തികവും പൂർണ്ണതയുമാണ് ഷാലോം. കർത്താവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവത്തോടുള്ള നിരപ്പും അതുളവാക്കുന്ന സമാധാനവും ശിഷ്യർക്ക് പകർന്നു നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിലൂടെ നിവൃത്തിയാക്കപ്പെട്ട രക്ഷണ്യ പ്രവർത്തനവും അതിൻ്റെ സമ്പൂർണതയും ഇല്ലാതാക്കുന്നതിന് ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത തുളയ്ക്കപ്പെട്ട കരങ്ങളും മുറിവേറ്റ വിലാവും അത് യേശു തന്നെയാണെന്ന് ശിഷ്യർക്ക് ബോധ്യം വരുത്തി. തുടർന്ന് യേശു ശിഷ്യരോട് തൻ്റെ ദൗത്യം ലോകത്തിൽ തുടരാൻ അവരെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചാണ് ശിഷ്യർ ലോകത്തെ അറിയിക്കേണ്ടത്. പിതാവ് യേശുവാകുന്ന പുത്രനെ ദൗത്യം നൽകി ലോകത്തിലേക്ക് അയച്ചതാണ് യേശുവിനെ ലോകത്തിൽ നിർവചിച്ചത് എന്നതുപോലെ സഭ ലോകത്തിൽ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ദൗത്യ നിർവഹണത്തിലൂടെയാണ്. സുവിശേഷം പങ്കുവയ്ക്കുന്ന യത്നങ്ങളിലൂടെയാണ് സഭ ലോകത്തിൽ നിസ്തുലമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. മൂന്നാമത്, ലോകത്തിന് പാപമോചനം അറിയിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ദൗത്യം ശിഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ക്ഷമ പകരുന്നതിൻ്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഈ വേദഭാഗം ശക്തമായി സംസാരിക്കുന്നുണ്ട്.
ആർക്കും പാപമോചനം നൽകാതിരിക്കാൻ സഭയ്ക്ക് കഴിയില്ല. അതിനുവേണ്ടിയാണ് സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയത്. പരിശുദ്ധാത്മാവ് എന്നത് മഹത്വീകരിക്കപ്പെട്ട യേശുവിന്റെ അതേ ആത്മാവും ശാസ്ത്രവുമാണ്. പെന്തക്കോസ്ത് നാളിൽ യേശുവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഈ ബന്ധമാണ് പത്രോസ് പ്രസ്താവിച്ചത്. പെന്തക്കോസ്ത് നാളിൽ അനുഭവമായ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുത സ്തബ്ധരായിരുന്ന ജനക്കൂട്ടത്തോട് ദൈവത്തിന്റെ വലതുഭാഗത്ത് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ ആത്മാവാണ് ഇപ്പോൾ അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാരണമെന്ന് പത്രോസ് പറഞ്ഞു. കർത്താവ് നമ്മെ തൻ്റെ തേജസ്കരണത്തിന്റെ സാന്നിധ്യം കൊണ്ടും മഹത്വം കൊണ്ടും ശക്തീകരിക്കുന്ന ദൈവമാണ്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ഈ ആത്മാവിനെ പകർന്ന ശിഷ്യ സമൂഹത്തെ കർത്താവ് ബലപ്പെടുത്തുകയും പ്രചോദപ്പെടുത്തുകയും ചെയ്തു. മരണത്തിന്റെ ശക്തികളിൽ ജീവന്റെ പങ്കാളികളാക്കുന്ന ദൗത്യം തുടരാൻ നമ്മെയും യേശുതമ്പുരാൻ നിയോഗിച്ചിരിക്കുന്നു. അടച്ചിട്ടിരുന്ന മുറി ആകുലതയുടെയും നിരാശയുടെയും ഭയത്തിന്റെയും പ്രതീകമായിരുന്നു. വാതിൽ തുറക്കാതെ യേശു അകത്തു വന്ന് അവരുടെ നടുവിൽ നിന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പിലൂടെ യേശു തമ്പുരാൻ ഉണ്മയുടെ പുതിയ തലത്തിൽ പ്രവേശിച്ചു. വാതിൽ തുറന്ന് അകത്ത് വരുന്നത് മാത്രമാണ് മനുഷ്യരുടെ മുൻപിലുള്ള സാധ്യതയെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ സാധ്യതകൾ അനന്തമാണ് എന്നും മനുഷ്യചിന്തകൾക്ക് അതീതമാണെന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നത് ഭയങ്ങൾ അകറ്റുന്ന വിശ്വാസമാണ്. ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ശാലോം വ്യവസ്ഥകൾക്ക് അതീതവും സാഹചര്യങ്ങൾക്ക് അതീതവുമാണ്. അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമാധാനത്തിന്റെ പൂർണ്ണതയായ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ അങ്ങയെ കർത്താവെ കാണാനും അനുഭവിപ്പാനും അവിടുത്തെ ദിവ്യസമാധാനത്തിന്റെ പങ്കാളികളായി തീരാനും ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകാതെ ജീവിപ്പാൻ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ അളവറ്റ കരുണ കൂടെ ഇരിക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.